നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ 2025 നാലാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. അതിൽ ഇംഗ്ലീഷും മലയാളവുമാണ് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്കൊരു പെയ്ഡ് ക്ലാസ്സിൽ എങ്ങനെയാണോ ഓരോ ക്ലാസ്സുകളും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി ക്ലാസ്സുകൾ എത്തുന്നതായിരിക്കും. നമുക്ക് പുതിയൊരു വേർഷൻ രീതിയിലെ പുതിയൊരു രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ പോകണം. നമുക്ക് ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെ അത് മാത്രം പഠിച്ചുകൊണ്ട് പോയത് കാര്യമുണ്ടോ? ഇല്ല. ഇതും 100% ഇതിനും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റു ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇന്നലെ നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിച്ചു, താഴെ കമന്റ് ഇടാനൊക്കെ പറഞ്ഞു. നിങ്ങൾ കൂട്ടുകാരൊക്കെ താഴെ കമന്റ് ഇട്ട് കുറച്ച് പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ക്ലാസ്സുകൾ വേണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇനി നമ്മൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ 2025 ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആക്കും. അതായത് ജൂൺ മാസം 1-ാം തീയതി തുടങ്ങിയിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ ഇന്നേക്ക് എത്രയാണ്? 24 അല്ലേ? 24 അല്ലേ? അപ്പോൾ ഇന്ന് 24 അല്ലേ? 24. അപ്പൊ ഓക്കെ, ഇത് പോട്ടെ. 24 ടു നമുക്ക് 30 വരെ എന്ത് ചെയ്യാം? ഇനി ഒരു 4-5 ദിവസമല്ലേ ഉള്ളൂ. 5 ദിവസത്തെ ക്ലാസ് നമുക്ക് 2025 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ഇട്ട് തരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ പഠിക്കുന്ന രീതിയിൽ നമ്മൾ ഇനി ക്ലാസ്സുകൾ പോവുകയാണ്. ജൂൺ 1-ാം തീയതി തുടങ്ങിയിട്ട് അതിൽ നമ്മൾ രാവിലെ നമ്മളൊരു സെക്ഷൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വലിയ ലെങ്തി വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ബൂസ്റ്റ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം? ഓരോരോ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകാം. നമ്മൾ രാവിലെ എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിലത്തെ തന്നെ 2021 മുതൽ 25 വരെ നടന്നിട്ടുള്ള എക്സാമുകളിൽ ആക്റ്റീവ് വോയിസിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഏതൊക്കെ മോഡലാണ്, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത്, അതേപോലെ തന്നെ ആർട്ടിക്കിളിൽ നിന്നും ഏത് വന്നു, പ്രിപ്പോസിഷനിൽ നിന്നും ഏത് വന്നു, ഫ്രേസൽ വെർബിൽ നിന്നും അങ്ങനെ ഇംഗ്ലീഷിലുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ എന്ത് ചെയ്യും? ഇതേപോലെ ടോപ്പിക് വൈസിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്തൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായല്ലോ, ഒന്നും കൂടി പഠിക്കാനായിട്ട് എളുപ്പമായല്ലോ. അപ്പൊ ആക്റ്റീവ് വോയിസിൽ നിന്നും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വരുമ്പോൾ ആക്റ്റീവ് വോയിസ് എന്നുള്ള നമുക്ക് മാർക്ക് അവിടെ ഷുവർ ആയിട്ട് കിട്ടും. ഡയറക്റ്റ് മാർക്കിൽ അതേ ഇത് കിട്ടും. അങ്ങനെ നമുക്ക് എണ്ണം മാർക്ക് ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അതേപോലെ മലയാളത്തിലെയും കേട്ടോ, മലയാളത്തിലെയും തരും. പദശുദ്ധിയിൽ നിന്നും എന്തൊക്കെ ചോദിച്ചു, പര്യായ പദങ്ങളിൽ നിന്നും എന്തൊക്കെ ചോദിച്ചു, അങ്ങനെ ആ ടോപ്പിക്കുകൾ നമുക്ക് തന്നിട്ടുള്ള സിലബസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളിൽ എന്തൊക്കെ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു അതങ്ങനെ തരും. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷും മലയാളം അവിടെ കഴിഞ്ഞു. ഇനി അതേപോലെ നമ്മൾ GK വിഭാഗത്തിൽ നിന്നും ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവർ കൂടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. GK വിഭാഗത്തിൽ കേരള ഹിസ്റ്ററിയിൽ നിന്നും യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു, തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഐക്യ കേരള പ്രസ്ഥാനത്തിൽ നിന്നും എന്തൊക്കെ ചോദിച്ചു, നവോത്ഥാന നായകരിൽ നിന്നും എന്തൊക്കെ ചോദിച്ചു, അങ്ങനെ ഇത് 2021 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് തരും. അതേപോലെ തന്നെയായിരിക്കും ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ സുപ്രധാന നിയമങ്ങൾ, കലാ, സാഹിത്യം, സംസ്കാരം, അങ്ങനെ എല്ലാ ബേസായിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫുള്ള് നിങ്ങൾക്ക് തരാം. അതേപോലെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പൈസ ഒന്നും തരണ്ട കേട്ടോ, പേടിക്കണ്ട. എന്ത് ചെയ്യണം? ഒന്ന് ചാനൽ ഒന്ന് ആ വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വലതുവശത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും, അതിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു ലൈക്കും ചെയ്തിട്ട് ജസ്റ്റ് ഒരു കമന്റും കൂടിയിട്ട് ഒന്ന് ഇട്ടിട്ട് പോയാൽ മാത്രം മതി. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ കേട്ടോ. ക്ലാസ് ഇടുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് അറിയാൻ കഴിയും എന്താണ് അഭിപ്രായങ്ങൾ. നമുക്ക് നമ്മുടെ ക്ലാസ്സിന് തരുന്ന നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ ജൂൺ 1-ാം തീയതി തുടങ്ങിയിട്ട് എന്ത് ചെയ്യും? ഒരു 5 ദിവസം നമ്മൾ അപ്പോഴേക്കും 2025 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2024 അവിടെ കംപ്ലീറ്റ് ആകും, 2025 കംപ്ലീറ്റ് ആക്കും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഇതിലത്തെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും റിവിഷൻ വരികയാണ് അല്ലേ? ടോപ്പിക് വൈസ് ആയിട്ട് റിവിഷൻ വരികയാണ് 21-ന് ശേഷം നടന്ന എക്സാമുകളുടെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് ഒരു കമന്റ്, ഒരു ലൈക്ക്, സബ്സ്ക്രൈബ് ബട്ടൺ എത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് എന്താണ് ക്ലാസ്സുകൾ കൂടുതൽ വ്യൂസിൽ നമുക്ക് വരാൻ കഴിയുള്ളൂ. അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ബ്രാക്കറ്റ്സ്
തന്നിട്ടുള്ളതിൽ ദ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. നമ്മൾ എന്താണ് പറയുക? എപ്പോഴും വൺ ഓഫ് ദ എന്ന് വന്നു കഴിഞ്ഞ് അവിടെ പ്ലൂറൽ ആയിക്കോട്ടെ സിംഗുലർ ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റ് വന്നാലും നമ്മൾ എന്താ ചെയ്യുക? സിംഗുലർ വെർബ് ആയിരിക്കണം ഇവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ? സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. വൺ ഓഫ് ദ എന്ന് വന്നതിന് ശേഷം നമ്മൾ അതാണ് റൂള് പഠിക്കുക അല്ലേ? വൺ ഓഫ് ദ എന്നതിന് ശേഷം വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയാലും ശരി പ്ലൂറൽ ആയാലും ശരി നമ്മൾ ഏത് തന്നെ വെർബ് ഉപയോഗിക്കണം? സിംഗുലർ വെർബ് തന്നെ ഉപയോഗിക്കണം അല്ലേ? എന്താണ്? ആൺകുട്ടികളിൽ ഒരാൾ അല്ലേ? അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്? ബോയ്സ് അല്ലേ? ആൺകുട്ടികളിൽ ഒരാള്. കണ്ടോ? അപ്പൊ ഒരാളല്ലേ വന്നിട്ടുള്ളൂ. മൊത്തം ആൺകുട്ടികളുണ്ട്, അതിൽ ഒരാളെയാണ് ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സിംഗുലർ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആൻസർ ഏതാണ്? ഈസ് ആണ് അല്ലേ? ഈസ് ആണ്. വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെന്റ് ടുഡേ. ഇതിന്റെ റൂൾ നിങ്ങൾക്ക് മനസ്സിലായോ? വൺ ഓഫ് ദ എന്നതിന് ശേഷം ട്ടോ എപ്പോഴും വൺ ഓഫ് ദ കഴിഞ്ഞാൽ എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അടുത്തത് ഐ ആം എ പോലീസ്മാൻ. ഒന്ന് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുക. ഐ ആം എ പോലീസ്മാൻ അല്ലേ? ഞാനൊരു പോലീസുകാരനാണ് എന്നല്ലേ? അപ്പോൾ അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ചോദിക്കുമ്പോൾ അല്ലേ എന്ന് ചോദിക്കണം അല്ലേ? അങ്ങനെയല്ലേ പറയാ? ഐ ആം എ പോലീസ്മാൻ, ഞാനൊരു പോലീസ്മാൻ ആണ് അല്ലേ? എന്ത് പറയണം? അല്ലേ എന്ന് ചോദിക്കണം. അപ്പൊ എന്ത് പറയും? ഇവിടെ തന്നിരിക്കുന്ന ടാഗ് ഏതാണ്? അല്ല ക്വസ്റ്റ്യൻ ഏതാണ്? പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലേ? അപ്പൊ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ആം ഇൻ ടൈ എന്ന് എഴുതാൻ പാടോ? ആം ഇൻ ടൈ എന്ന് വരുമോ? അതിന്റെ കൂടെ എപ്പോഴും നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആറല്ലേ യൂസ് ചെയ്യുക? ആം ഇൻ ടൈ എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തായിരിക്കണം? ആറ് അല്ലേ? ആറായിരിക്കണം. ആറിന്റെ ഐ എന്നായിരിക്കണം ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലേ? അല്ലേ? ആണല്ലേ? ആറിന്റെ ഐ. അടുത്തത് ഇറ്റ് ഈസ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. ചെയ്ത് നോക്കൂ. ഇറ്റ് ഈസ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ് അല്ലേ? നിനക്ക് എന്താണ്? പുകവലി നിർത്തേണ്ട സമയമായി അല്ലേ? എന്താണ്? ഇറ്റ് ഈസ് ഹൈ ടൈം അല്ലേ? ഇറ്റ് ഈസ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. നിനക്ക് പുകവലി നിർത്തേണ്ട സമയമായി. അപ്പൊ നിർത്തേണ്ടത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇവിടുത്തെ റൂള് ഇറ്റ് ഈസ് ഹൈ ടൈം. കണ്ടോ? ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും V2 ഫോം കണ്ടോ? V1 ഫോം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഹാഡ് പ്ലസ് V3 ഫോം യൂസ് ചെയ്യാൻ പാടില്ല. ഹാവ് പ്ലസ് V3 ഫോം യൂസ് ചെയ്യാൻ പാടില്ല. ഹാവ് പ്ലസ് V2 ഫോം യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഒക്കെയാണോ? അപ്പൊ എപ്പോഴും പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെന്റൻസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണേ. ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം കണ്ടോ? ഇറ്റ് ഈസ് ഹൈ ടൈം അത് കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെന്റൻസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ്ഡ്. അപ്പൊ എന്ത് മതി? സ്റ്റോപ്പ്ഡ് എന്ന് മതി. അവിടെ ഹാഡ് സ്റ്റോപ്പ്ഡ് എന്നോ ഹാവ് സ്റ്റോപ്പ്ഡ് എന്നോ അല്ലെങ്കിൽ V1 ഫോം സ്റ്റോപ്പ് എന്നൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്റ്റോപ്പ്ഡ് സ്മോക്കിംഗ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ നേരത്തെ ഒരു റൂൾ എന്താ പറഞ്ഞത്? വൺ ഓഫ് ദ ബോയ് അല്ലേ? വൺ ഓഫ് ദ കഴിഞ്ഞാൽ എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കണം. അത് പഠിച്ചല്ലോ അല്ലേ? ഇനി ഇറ്റ് ഈസ് ഹൈ ടൈം അല്ലേ? ഇറ്റ് ഈസ് ഹൈ ടൈം. ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞാൽ എപ്പോഴും ഒരു സിമ്പിൾ പാസ്റ്റിലുള്ള ടെൻസ് ഫോം ആയിരിക്കണം, വെർബ് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ്ഡ്. അടുത്തത് ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു ഡാഷ് റീച്ച് ഇൻ ടൈം. ഇത് നമ്മുടെ ട്രെയിനിന്റെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ? നീ ഉടനെ എന്താണ് സ്റ്റാർട്ട് ചെയ്താൽ അല്ലേ? നീ ഉടനെ എന്താണ് സ്റ്റാർട്ട് ചെയ്താൽ എന്ത് ചെയ്യാം? നീ സമയത്ത് അവിടെ എത്തും അല്ലേ? കറക്റ്റ് സമയത്ത് നീ അവിടെ എത്തും എന്നാണ് പറയുന്നത്. ഇഫ് യു സ്റ്റാർട്ട് ഏർലി അല്ലേ? നീ നേരത്തെ എന്താണ് ആരംഭിച്ചാൽ അല്ലേ? അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ നീ സമയത്ത് എത്തും. അപ്പൊ എന്താണ്? ഇഫ് യു സ്റ്റാർട്ട് ഏർലി ഇവിടെ ഒരിക്കലും ഹാഡ് ഫോമോ അല്ലെങ്കിൽ ഒരു V3 ഫോമോ ഒരു V2 ഫോമോ ഒന്നുമില്ല അല്ലേ? അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ രണ്ടാളുണ്ട്, അവർ എവിടേക്ക് ഇപ്പൊ നോക്കിയപ്പോൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബ്രദറിനോട് പറയാണ്, നീ നേരത്തെ പോയാൽ നിനക്ക് നേരത്തെ അവിടെ എന്താണ് എത്താം. ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ് അല്ലെ? കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പറയല്ല, ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഫ്യൂച്ചറിലുള്ള സെന്റൻസ് ആയിരിക്കണം അല്ലേ? വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഏതാണ്? വിൽ ഫോം ആയിരിക്കണം. എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ഫ്യൂച്ചറിൽ സെന്റൻസ് യൂസ് ചെയ്താൽ മതി. വിൽ ഫോം കേട്ടോ. ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു വിൽ റീച്ച് ഇൻ ടൈം.
അടുത്തത് let's not yield dash temptation. Let's not yield dash temptation. എന്താണ് നമുക്ക് എന്താണ് let's not yield temptation. എന്താണ് മോഹത്തിന് കീഴടങ്ങരുത് എന്നാണ് എന്താണ് പറയുന്നത് മോഹത്തിന് ട്ടോ മോഹത്തിന് കീഴടങ്ങരുത്. എന്താണ് അതിന്റെ ഏതൊരു വരും പ്രപ്പോസിഷൻ ഏത് വരും let's not yield to temptation. yield to temptation. അടുത്തത് all the assignments should be submitted on time dash not be evaluated അല്ലേ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും അല്ലേ all the assignments should be submitted അല്ലേ എല്ലാ അസൈൻമെന്റുകളും എന്ത് ചെയ്യണം നമ്മൾ തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യണം ഇപ്പോ ഓൺ ടൈം അല്ലേ കറക്റ്റ് സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യണം എല്ലാ അസൈൻമെന്റ്സും അല്ലാത്ത പക്ഷം not be evaluated അല്ലേ അതിനെന്താക്കില്ല നമ്മൾ അവരെന്ത് ചെയ്യില്ല ഇവാലുവേറ്റ് ചെയ്യില്ല അല്ലേ അപ്പൊ അതുകൊണ്ട് അല്ലാത്ത പക്ഷം എന്ന അർത്ഥത്തിൽ ഏത് വരും അല്ലേ അല്ലെങ്കിൽ വിലയിരുത്തപ്പെടില്ല അല്ലേ not be evaluated എന്ത് ചെയ്യണം അപ്പോ ഇവിടെ ഏത് വരും ബി ആണ് അല്ലേ otherwise പറഞ്ഞാൽ എന്താണ് otherwise എന്താണ് ഇല്ലെങ്കിൽ not be evaluated അല്ലേ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം എന്നൊക്കെ നമുക്ക് എന്ന് പറയാം അല്ലേ otherwise അല്ലാത്ത പക്ഷം not be evaluated അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഓക്കേ ഇല്ലെങ്കിൽ otherwiseന്റെ മീനിങ് ആണ് അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ not be evaluated അപ്പോൾ എല്ലാ അസൈൻമെന്റ്സ് ഓൺ ടൈം തന്നെ എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യണം otherwise not be evaluated therefore പറഞ്ഞാൽ എന്താ therefore പറഞ്ഞാൽ അതിനാൽ അങ്ങനെ പറയോ അത് പറയില്ല അല്ലേ therefore അതിനാൽ പറയില്ല on the contrary എന്താണ് അതായത് വിരുദ്ധമായി എന്ന അർത്ഥത്തിലാണ് കേട്ടോ വിരുദ്ധമായി എന്ന അർത്ഥത്തിലാണ് ഇനി furthermore പറഞ്ഞാൽ കൂടാതെ അല്ലേ furthermore പറഞ്ഞാൽ കൂടാതെ അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം അല്ലേ ചെയ്യണം ഓൺ ടൈമിൽ ചെയ്യണം അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ otherwise not be evaluated അടുത്തത് you had better dash that music down before your dad you had better എന്ന് കഴിഞ്ഞ നമ്മൾ പഠിക്കാറുള്ളതാണ് had betterന് ശേഷം ഏത് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് V1 ഫോം ആണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോട്ടാ had better സെന്റൻസിൽ സബ്ജക്റ്റ് പ്ലസ് had betterന് ശേഷം എന്ത് ചെയ്യണം V1 ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് V1 ഫോം പറയുമ്പോൾ ഇവിടെ യു ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ടേൺ എന്നായിരിക്കും അല്ലേ ഹി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ടേൺസ് എന്ന് കൊടുക്കാം അല്ലേ ഹി ആണെങ്കിൽ ടേൺസ് എന്ന് കൊടുക്കാം യു ആയതുകൊണ്ട് ടേൺ കൊടുക്കുക അല്ലേ ടേൺ you had better turn that music down before your dad എന്താ ഇതിന്റെ മീനിങ് എന്താ ഇവിടെ പറയുന്നത് നിന്റെ അച്ഛൻ അല്ലേ you had better that music down before you dad അല്ലേ നിന്റെ അച്ഛൻ കേൾക്കുന്നതിന് മുമ്പ് നീ ആ സംഗീതം എന്ത് ചെയ്യണം കുറച്ചേക്കണം അല്ലേ നമ്മൾ സൗണ്ട് കുറയ്ക്കാന്ന് പറയില്ലേ നിന്റെ അച്ഛൻ കേൾക്കുന്നതിന് മുമ്പ് നീ ആ സംഗീതം കുറച്ചേക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതേപോലെ തന്നെ ആ ഒരു റൂൾ ഒന്ന് ഇവിടെ നോക്കി വെക്കണം had betterന് ശേഷം എപ്പോഴും V1 ഫോം ആയിരിക്കും had betterന് മുമ്പ് ഏതാന്ന് നോക്കുക യു ആണ് യു ആയതുകൊണ്ട് ടേൺ ഹി ആണെങ്കിൽ ടേൺസ് ഓക്കേ അടുത്തത് she takes after her father അല്ലേ അവൾ takes after her father the phrasal verb takes afterന്റെ phrasal verb ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് she takes after her father ഏതാണ് ഇവിടെ ആൻസർ എ ആണ് അല്ലേ റിസംബിൾസ് ആണ് എന്താണ് റിസംബിൾസ് അല്ലേ അതായത് ഇണങ്ങുക അല്ലേ റിസംബിൾസ് ഓക്കെ ഇണങ്ങുന്നു അല്ലേ റിസംബിൾസ് പറഞ്ഞാൽ എന്താ അതായത് അവളുടെ അച്ഛൻ്റെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നു ഇണങ്ങുന്നു അല്ലേ ഇണങ്ങുന്നു അല്ലെങ്കിൽ ഒത്തിരിക്കുന്നു അല്ലേ അതായത് കൂടെ ഇരിക്കുന്നു ഒത്തിരിക്കുന്നു എന്ന് മീനിങ്ങിൽ യൂസ് ചെയ്യും she takes after her father ഇനി ലുക്സ് ആഫ്റ്റർ എന്താ
ലുക്സ് ആഫ്റ്റർ നമ്മൾ പറയല്ലേ ഗ്രാൻഡ് മദറെയൊക്കെ ലുക്സ് ആഫ്റ്റർ അല്ലെ അവൾ നോക്കി സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത് നമ്മളിപ്പോ പാരൻസിനെ ആയിക്കോട്ടെ ഗ്രാൻഡ് പാരൻസ് ആൻഡ് ഗ്രാൻഡ് മദേഴ്സിനെ ആയിക്കോട്ടെ ഒക്കെ നോക്കി സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് ഏത് വരിക ലുക്സ് ആഫ്റ്റർ വരിക കേട്ടോ ലുക്സ് ആഫ്റ്റർ വരിക ഗൈഡ്സ് എന്താ ഗൈഡ്സ് എന്താ മാർഗനിർദ്ദേശം അല്ലെ നിർദ്ദേശം നൽകുക അല്ലെ മാർഗനിർദ്ദേശം നൽകുക ഇനി ഇമിറ്റേറ്റ് എന്താ ഒരാളെ അനുകരിക്കുന്നതിനാണ് അല്ലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയും അല്ലേ അനുകരിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നത് കേട്ടോ അപ്പൊ ഷീ ടേക്സ് ആഫ്റ്റർ ഹെയർ ഫാദർ പറയുമ്പോൾ അവൾ അവളുടെ അച്ഛനോട് കൂടിയിട്ട് എന്ത് ചെയ്യണം ഇണങ്ങുന്നുണ്ട് അതുപോലെ ഒത്തിരിക്കുന്നുണ്ട് ആ അർത്ഥത്തിലാണ് റിസംബിൾസ് ലുക്സ് ആഫ്റ്റർ എവിടെ പറയാ നമ്മുടെ പാരന്റ്സിനെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിനെയോ ഗ്രാൻഡ് പാരന്റ്സിനെയോ ഒക്കെ നോക്കി സംരക്ഷിക്കുമല്ലോ അതിനെയാണ് ലുക്സ് ആഫ്റ്റർ എന്ന് പറയാൻ പഠിച്ചു പോകണം കേട്ടോ ഒപ്പം തന്നെ കൂടെ പഠിച്ചു പോണേ ഗൈഡ് നമ്മൾ പറയാം ഒരാൾക്ക് ഒരു ഗൈഡ് കൊടുക്കും അല്ലെ നമ്മളിപ്പോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ അവിടെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും അല്ലെ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകാനുണ്ടാവും അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ നമ്മൾ ഒരാളായിട്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും അല്ലെ അനുകരിക്കുക അല്ലെ അടുത്തത് ഐ റൈറ്റ് ഡാഷ് എവറി ഡേ ഐ റൈറ്റ് ഞാൻ എഴുതാറുണ്ട് എവറി ഡേ എന്താണ് എഴുതുക നമ്മൾ റൈറ്റ് എഴുതുന്ന ഡയറിയാണ് അല്ലെ ഏത് ഡയറിയാണ് ഇവിടെ വരിക ഓപ്ഷൻ ബി ആണ് അല്ലെ ഡയറി എന്ന അർത്ഥത്തില് DIARY ഡയറി ട്ടോ ഡയറി അല്ലെ എന്താണ് ഡയറി പറഞ്ഞ നമ്മള് ദൈനംദിനമായിട്ട് എഴുതുന്ന അല്ലെ ഡെയിലി ദൈനംദിനമായിട്ട് എഴുതുന്ന കാര്യമാണ് ഡയറി നമ്മൾ എഴുതുന്ന ഡയറിയിലെ എഴുത്താണ് ഡയറി DIARY ഡയറി ഇനി ഈ ഡയറി എന്താ പാലില് അല്ലെ പാൽ വിപണനശാല അല്ലെ പാൽ വിപണനശാല ഡയറി നമ്മൾ പറയാറില്ലേ മിൽമയിലൊക്കെ പറയാറില്ലേ പാൽ വിപണനശാല ട്ടോ അടുത്തത് ഡിയറി എന്താ സ്നേഹമുള്ളവൻ ട്ടോ ഡിയറി എന്ന് പറയുക എന്താണ് ഹൈ ഡിയർ എന്ന് പറയാറില്ലേ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ താഴെ ഹൈ ഡിയർ എന്ന് പറഞ്ഞിട്ട് തരാറുണ്ട് അല്ലേ ഡിയറി എന്താ സ്നേഹമുള്ളവൻ വളരെ പ്രിയപ്പെട്ട ട്ടോ ഡിയറി സ്നേഹമുള്ളവൻ അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ട ഇനി ഡ്രിയറി എന്താ വിരസമായ ട്ടോ വിരസമായ ഡ്രിയറി എന്താണ് വിരസമായ അപ്പൊ ഡയറി നമ്മൾ എഴുതുന്ന ഡയറി DIARY ആണ് DAIRY ഡയറി നമ്മുടെ മിൽമ പാൽ വിപണനശാലയാണ് ഡയറി എന്ന് പറയാ ഡിയറി അല്ലെ ഹൈ ഡിയർ എന്ന് പറയില്ലേ നമ്മുടെ സ്റ്റുഡന്റ് പറയാറുണ്ട് ഡിയറി അപ്പൊ എന്താണ് സ്നേഹമുള്ളവൻ വളരെ പ്രിയപ്പെട്ട എന്ന അർത്ഥത്തിലാണ് ഇനി ഡ്രിയറി എന്താ വിരസമായ ട്ടോ അടുത്തത് ദ സിനോണിയം ഫോർ സീസിന്റെ സിനോണിയം എന്താണ് സീസ് എന്നതിന്റെ സമാനാർത്ഥം എന്താണ് ഏതാണ് സ്റ്റോപ്പ് ആണ് സീസ് പറഞ്ഞാൽ സ്റ്റോപ്പ് അപ്പൊ നിങ്ങൾ പറയണം എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് നിർത്ത് എന്ന് പറയില്ലേ നമ്മുടെ വീട്ടുകാരോട് പറയും അപ്പൊ ഇനി എന്ത് പറയാ നിങ്ങള് സീസ് എന്ന് പറയണം അപ്പൊ അവര് അവിടെ എന്താ പറഞ്ഞതെന്ന് അറിയാതെ നിൽക്കും അല്ലേ സീസ് എന്താണ് സ്റ്റോപ്പ് സീസ് എന്താണ് സ്റ്റോപ്പ് എന്നാണ് അർത്ഥത്തിൽ അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞ ആരംഭിക്കുക അല്ലെ സ്റ്റാർട്ട് ആരംഭിക്കുക സ്റ്റോപ്പ് നിർത്തുക അല്ലെ അപ്പൊ നിർത്തുക എന്ന അർത്ഥത്തിലാണ് സ്റ്റോപ്പ് കേട്ടോ ഇനി ക്യാപ്ചർ എന്താ പിടിക്കുക ക്യാപ്ചർ എന്താണ് പിടിക്കുക ചേസ് എന്താ പിന്തുടരുക സ്റ്റാർട്ട് ആരംഭിക്കുക ക്യാപ്ചർ പിടിക്കുക ചേസ് പിന്തുടരുക സ്റ്റോപ്പ് നിർത്തുക അപ്പൊ the synonym for cease is stop cease എന്താണ് സ്റ്റോപ്പ് ഓക്കേ ആണോ ഇനി നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം പരിഭാഷയാണ് presence of mind ഏതാണ് മനസ്സാന്നിധ്യം ട്ടോ മനസ്സാന്നിധ്യം presence of mind മനസ്സാന്നിധ്യം ഒറ്റപ്പദമാക്കുക ജനകന്റെ മകൾ ആരാണ് ജാനകിയാണ് ജനകന്റെ മകൾ ആരാണ് ജാനകിയാണ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ജാനകി പറഞ്ഞിട്ട് ആരെങ്കിലും ഇപ്പൊ അമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ജനകന്റെ മകൾ ആണ് ജാനകി എന്ന് കണക്ട് ചെയ്യുക കേട്ടോ ജനകന്റെ മകളാണ് ജാനകി അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ് വസ്ത്രം നന്നായിട്ട് മുറുക്കി കൊടുക്കലാണ് അരയും തലയും മുറുക്കുക അവരെ നിവർന്നു കൊടുക്കുക തയ്യാറാവുക അല്ലെ അരയും തലയും
മുറുക്കുക എന്ന അർത്ഥത്തിൽ വരുന്നത് ഏതാണ്? തയ്യാറാകുക അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ സ്പോർട്സിനൊക്കെ പോകുമ്പോഴേ നമ്മളിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, വീട്ടിലിരുന്നപ്പോ ഒന്ന് ഓടണം വെച്ചാലും നമ്മൾ മുണ്ടിനെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ആ ചുരിദാർ ഷാളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ടോ അല്ലെ? അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് ശരിയായ പദം ഏതാണ്? ഏതാണ് ഇതിലെ? യഥേഷ്ടം എന്ന് പറയുന്നതിൽ കറക്റ്റ് എ ആണ് കേട്ടോ. യഥേഷ്ടം, യഥേഷ്ടം. അടുത്തത് താഴെ പറയുന്നതിൽ കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത് ബി ആണ്, അനലനാണ് അല്ലെ? അനലൻ എന്താണ്? തീയാണ് അല്ലെ? അനലൻ തീയാണ് കേട്ടോ. പവനൻ കാറ്റാണ്, മാരുതൻ കാറ്റാണ്, അനിലൻ കാറ്റാണ് കേട്ടോ. വള്ളിയുണ്ട് കേട്ടോ, വള്ളിയുണ്ട്. നമ്മളെ കാറ്റൊക്കെ വീശുന്ന സമയത്ത് ഇങ്ങനെ വള്ളികളൊക്കെ ആടില്ലേ? വള്ളികളെ കാറ്റ് വീശുമ്പോഴല്ലേ ഈ വള്ളികളൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കില്ലേ? ഇങ്ങനെ 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 ആടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ വള്ളിയുണ്ട് എന്നുള്ളത് കണക്കാക്കുക കേട്ടോ. അനിലനും അനലും കൺഫ്യൂഷൻ വരും. അപ്പൊ കാറ്റ് വീശുമ്പോൾ വള്ളി ആടുന്നുണ്ട്. അപ്പൊ അനിലിൽ വള്ളിയുണ്ട് കേട്ടോ. അപ്പൊ അനിലൻ കാറ്റ്, അനലൻ തീയാണ്. പവനൻ കാറ്റ്, മാരുതൻ കാറ്റ്, അനിലൻ കാറ്റ്. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യാം? അതേപോലെ നമുക്കിനി എല്ലാ സിനോണിയംസ് നമുക്കിനിപ്പോൾ ഇത് ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഓരോ സിനോണിയംസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എഴുതി വെച്ച് നന്നായിട്ട് റിപ്പീറ്റേഷൻ വായിച്ച് വിട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് വായിക്കുക. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി ക്രോഡീകരിച്ചിട്ട് എളുപ്പത്തിൽ 2021 ശേഷം നടന്നിട്ടുള്ള എല്ലാ എക്സാമുകളിലെയും അത് 10th ലെവലും വരും കേട്ടോ. 10th ലെവല്, +2 ലെവല്, അതേപോലെ ഡിഗ്രി ലെവല് കേട്ടോ. ഡിഗ്രി ലെവല് ഈ മൂന്നിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും വരിക. അതിലെ എല്ലാ സിനോണിയംസും നിങ്ങൾക്ക് മുന്നിലെത്തിക്കും കേട്ടോ. അതേപോലെ എല്ലാ ആന്റോണിയംസും എത്തിക്കും, എല്ലാ ഫ്രേസൽ വെർബുകളും എത്തിക്കും കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാതും നിങ്ങളുടെ മുന്നിലെത്തിക്കും. നിങ്ങളൊന്ന് പഠിച്ചു തന്നാൽ മാത്രം മതി. അതേപോലെ ഞാൻ നേരത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര മാത്രം മതി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് അഭിപ്രായം താഴെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.